അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഇന്നലെ ദിലീപേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ചും അല്ലാതെയും കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുണ്ട്. ഒരു ഇൻഡയറക്റ്റ് പ്രപ്പോസലൊക്കെ നടന്നോ എന്നുള്ളൊരു സംശയവും അവിടെ ഉണ്ട്. സോ എന്തായാലും നമുക്ക് മോർണിംഗ് തൊട്ട് ഇന്നലെ ഇവരുടെ ആ ഒരു ഇതിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നൈറ്റിന്റെ ആ ഒരു സംഭവം നമ്മൾ പിന്നൊരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാം. സോ എന്തായാലും ഇപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ നടന്ന ആ ഒരു സംഭവ വികാസങ്ങളെ പറ്റിയും അർജുൻ ശ്രീതു ഇന്നലെ എന്തൊക്കെയോ എവിടേക്കോ ഉണ്ട് ഗൈസ്. എന്തായാലും ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം മോർണിംഗിൽ തന്നെ തുടങ്ങാം. മോർണിംഗ് ആക്ടിവിറ്റിയിൽ, അതായത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അർജുൻ്റെ ചേച്ചീനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹീലിംഗ്, നമ്മൾ സ്വയം ഹീൽ ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. സോ അതിൽ ഇവിടെ അതായത് പുറത്തുള്ള ചേച്ചീൻ്റെ പോലെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ പോലെയൊക്കെ ചേഷ്ടകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ശ്രീതു ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ അവിടെ അവസാനിപ്പിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ദിലീപേട്ടൻ വരുന്ന ഒരു എപ്പിസോഡാണ്. സോ ദിലീപേട്ടൻ വരുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം ദിലീപേട്ടൻ ഒരു ഡയലോഗ്, ഇന്നലെ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമേന്റെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് സില്ലി തിങ്സ്. എന്നാലും സിനിമയിൽ ഉള്ള ഒരു ഡയലോഗ് ദിലീപേട്ടൻ ഈ സൈഡ് നോക്കി പറയുന്നുണ്ടായിരുന്നു. ഈ സൈഡിൽ ആരൊക്കെയുള്ളത്? അർജുനും ശ്രീതു ഉള്ളത്. അതായത് നിങ്ങൾക്ക് ആ സിനിമയിൽ പറയുന്ന ഡയലോഗ് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എന്താ, ആർക്കെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ പ്രപ്പോസ്, ഗോ ഫോർ എ ഡേറ്റ്, ക്ലോസ് ദ ഡീൽ. ഓക്കെ, ഈ ഒരു ഡയലോഗ് ഇന്നലെ അവിടെ നമ്മുടെ ദിലീപേട്ടൻ വന്ന് അടിച്ചു പോകുന്നുണ്ടായിരുന്നു. അത് ഈ സൈഡ് നോക്കിയിട്ടാണ് പറഞ്ഞത്. ഈ സൈഡിൽ അർജുന ശ്രീതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാത്റൂം, അതെ അർജുൻ ബാത്റൂം ക്യാപ്റ്റൻ ആണല്ലോ, ആ ഒരു ബാത്റൂം ഏരിയയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നലെ എപ്പിസോഡിൽ നടന്നൊരു സംഭവം എന്ന് പറയുന്നത് അർജുൻ ഇൻഡയറക്റ്റ് ആയിട്ട് ശ്രീധുവിനെ പ്രപ്പോസ് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് തോന്നി. അത് നമുക്ക് അങ്ങനെ എടുക്കാമെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ തോന്നി. അതായത് ബാത്റൂം ഏരിയയിൽ കുറച്ച് സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു മീൻസ് ആദ്യം നടന്ന സംഭവം എന്ന് വെച്ചാൽ, ഇതെല്ലാം ഞാൻ ഒളിപ്പിച്ച് വെച്ചതായിരുന്നല്ലോ, പിന്നെ എപ്പിടി വെളിയിൽ വന്നു എന്നുള്ളൊരു ടോക്ക് അവിടെ ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ പറയുന്നുണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ അങ്ങനെ വെളിയിൽ വരാനുണ്ട് എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവര് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു മൊമെന്റിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മള് ഫൈനലി ഐ ഫൗണ്ട് ഫോട്ടോ എടുത്ത് ക്യാപ്ഷൻ ആക്കി ഇടും, ക്യാപ്ഷൻ സെൽഫി ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വീഡിയോ ഒരുമിച്ച് സെൽഫി എടുത്ത് ഇടുന്നു പറയുന്നത് ഇപ്പൊ പോസ്റ്റ് ചെയ്യും കണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അർജുൻ ഒരു ടോക്ക് അവിടെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു മൊമെന്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഈ ബാത്റൂം ഏരിയയിൽ കുറച്ച് കഴിയുമ്പം എല്ലാം പുറത്തേക്ക് വരും എന്നുള്ള രീതിയിൽ അർജുൻ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം കിച്ചൺ ക്യാപ്റ്റൻ ആണല്ലോ അർജുൻ ആ കിച്ചൺ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അർജുൻ, അപ്സര, റസ്മിൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ എന്ത് വേണമെങ്കിലും സർവീസ് ചെയ്യാം, അങ്ങനെ എങ്ങനെയാന്നൊക്കെയുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അതായത് ഓരോ ഓഫർ ഉണ്ട്, പിന്നെ ക്ലീനിങ്, മസാജ്, അങ്ങനെ ഓരോ ഓഫർ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അർജുൻ ഒരു സംഭവം ഇടുന്നുണ്ടായിരുന്നു, ലൈഫ് ലോങ് ഓഫർ ഫോർ അൺലിമിറ്റഡ് സർവീസസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ ദർ ആർ മെനി സർവീസസ് ഫോർ മീ, ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ഫോർ മാഡം, യു മാഡം. സോ ആ ഒരു വൺ മോർ ഓഫറിൽ ലൈഫ് ടൈം ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിലും അത് ഞാൻ പറഞ്ഞല്ലോ, മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ ആ ഒരു സംഭവം. സോ ഇതാണ് ഇന്നലെ, അതായത് ഇത് എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട്, ഈ ഒരു സംഭവം എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട്. അതൊരു എന്നിട്ട് അർജുൻ നമ്മുടെ ശ്രീധുവിന്റെ കൈയൊക്കെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചു കൊടുക്കുന്നുണ്ട്. മീൻസ് ടോയ്ലറ്റ്, അവർ ആ ഒരു ടോയ്ലറ്റ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ആ ഒരു സർവീസ് കൊടുക്കുന്ന രീതിയിൽ കാണിച്ചെങ്കിൽ കൂടിയും ഈ ഒരു സംഭവം എനിക്ക് അവിടെ ഫീൽ ചെയ്തത് ഒരു ഇൻഡയറക്റ്റ് പ്രപ്പോസൽ പോലെയാണ്. ഓക്കെ, സോ അപ്സരയ്ക്ക് അത് ഏകദേശം കത്തിയെന്നാണ് എനിക്കും തോന്നുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈവനിങ്ങിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അതല്ലേ നല്ലത്. വീഡിയോ കുറേ ലെങ്ത് കൂട്ടി പോകുന്നതിനെക്കാട്ടും നല്ലത് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും തോന്നുന്നു. എന്തായാലും ദിലീപേട്ടൻ ആ ഒരു സംഭവം ഇട്ടുകൊടുത്തത് ഓക്കെ. എന്തായാലും അത് നമുക്കറിയില്ല, അവരൊരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു കോംബോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഡയറക്റ്റായിട്ട് ഇഷ്ടമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞിട്ടുള്ളോ അങ്ങനെ ഒരു സംഭവമില്ല. സോ പക്ഷേ ഈ ഇന്നലെ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊരു എന്തോ ഒരു ഇതുപോലെ തോന്നി. സോ പറയാൻ പറ്റില്ല, മനുഷ്യനാണ്,
അത് ചിലപ്പം മീൻസ് ആ ഒരു സർവീസസ് എന്നുള്ള രീതിയിൽ അവർ ആ രീതിയിൽ തന്നെ മാത്രം എടുത്ത ഒരു സംഭവമായിട്ട് നമുക്ക് കണക്കാക്കാം. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന മൊമെന്റിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ചർച്ച ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ഇതുപോലുള്ള വീഡിയോസ് വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തീരെ ഓക്കെ അല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ലേറ്റ് ആയത്. ശരിക്കും ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോ ഇന്നും ആയിട്ട് രാവിലെ നേരത്തെ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. സോ തൊണ്ട തീരെ ശരിയല്ല, ഫിസിക്കലി കുറച്ച് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലേറ്റ് ആയത്. ഇതാദ്യം പറഞ്ഞില്ല. അപ്പം വീഡിയോ ഇത്രയും നേരം കണ്ടവർക്ക് മാത്രമേ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരേക്കും ബൈ ഗൈസ്.